നമസ്തേ സനോജി. നമ്മൾ ഇന്നത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ ശരിക്കുമുള്ള വിജയി ആരാണെന്ന്. കാരണം ബംഗാൾ, തമിഴ്നാട്, അസം, കേരളം, പുതുച്ചേരി, ഇവിടെ എല്ലായിടങ്ങളിലും നിർണായകമായ ശക്തിയായി മാറിയത് NDA ആണ്. ഇത് ഒരു വളരെ വെൽ പ്ലാൻഡ് പ്രൊജക്റ്റാണ്. എന്താണോ നരേന്ദ്രമോദിയും എന്താണോ അമിത്ഷായും ചിന്തിച്ചത് ആ രീതിയിൽ തന്നെയാണ്. തമിഴ്നാട്ടിൽ ഒരു പ്രത്യേക രീതിയിൽ ഇടപെട്ട് സനോജി നേരത്തെ പങ്കുവച്ചതുമാതിരി വിജയെ കൂടി നിർത്തുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് അമിത്ഷാ എന്ന് വേണം കരുതാൻ. ആ രീതിയിൽ ഞാനത് വെറുതെ പറഞ്ഞതല്ല. ഇപ്പം കുറച്ച് മുമ്പേ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പേ ഞാനും ഹരിയും തമ്മിൽ നമ്മുടെ റൂമിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഈ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ഫൺ ടോക്കായി പറഞ്ഞതാണ്. ശരിക്കും ഈ വിജയെ നിർത്തിയത് അമിത്ഷാ ആണോ എന്ന് ഞാൻ ചോദിച്ചു. അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒന്നുകൂടെ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചോദിച്ചത്. ശരിയാണ്, അങ്ങനെ ഒരു സാധ്യത ഇതിനകത്തുണ്ടല്ലോ, തള്ളിക്കളയാൻ പറ്റില്ല. കാര്യം തമിഴ്നാട്ടിൽ NDAക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നീക്കം നടത്തണമെങ്കിൽ നിലവിൽ അവിടെയുള്ള DMK എന്ന ശക്തിയെ നിഷ്പ്രഭമാക്കണമായിരുന്നു. DMK ജനങ്ങളുടെ മനസ്സിൽ തന്നെ വലിയ രീതിയിലുള്ള, ഇപ്പോൾ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന് സമാനമാണ്. അവിടെ ഹിന്ദു വിരുദ്ധത എന്നത് പടച്ചു വിട്ടുകൊണ്ട് CM-ഉം ഡെപ്യൂട്ടി CM-ഉം അല്ലേ, CM ആയിട്ടുള്ള സ്റ്റാലിനും ഡെപ്യൂട്ടി CM ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനും ചേർന്ന് നടത്തിയ പ്രസ്താവനകൾ തമിഴ്നാട്ടിലെ ഹിന്ദുക്കളെ കഴിഞ്ഞ കുറേ കാലമായി അവരുടെ വിശ്വാസങ്ങളെ, അവരുടെ മനോവികാരങ്ങളെ ഒക്കെ വ്രണപ്പെടുത്തിയിരുന്നു. അതിനൊരു തിരിച്ചടി എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് കൃത്യമായി TVK എന്നൊരു പാർട്ടി അവിടെ ഉദയം ചെയ്യുന്നത്. പക്ഷേ TVK ആദ്യം ഉദയം ചെയ്തപ്പോൾ അവിടെ എല്ലാവരും വിചാരിച്ചു ഇത് സാരമായി ബാധിക്കാൻ പോകുന്നത് NDA ആണ്, അവിടെ പിഴുതെറിയാൻ പോകുന്നത് BJPയുടെ വേരിനെയാണെന്ന്. പക്ഷേ അങ്ങനെ അല്ല എന്നൊരു തോന്നൽ ഇടയ്ക്കെപ്പോഴോ നമ്മൾ തന്നെ ചർച്ചകളിൽ പറഞ്ഞിരുന്നു. ഇതൊരു അത്ര നിസ്സാരമായി കാണേണ്ടതില്ല. കാര്യം ഈ താരാരാധന എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ മണ്ണിൽ ഉള്ള ഒരു കാര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് MGR, ജയലളിത, കരുണാനിധി, അതൊക്കെ കഴിഞ്ഞ് ഈ പുതിയ ജെൻസി കാലഘട്ടത്തിൽ വരുമ്പോൾ ഇനിയും താരാരാധന അവിടെ നിലനിൽക്കുമോ എന്നൊരു ചോദ്യം വന്നു. അപ്പോൾ അവിടെ അങ്ങനെ നിൽക്കണമെങ്കിൽ അത്രയും ജനങ്ങളുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറന്നു പോകാനുള്ള ഒരു ജനനേതാവ് മുൻപന്തിയിൽ വേണം. അങ്ങനെ ഒരു യൂത്ത് ഐക്കൺ എന്ന് പറഞ്ഞ് ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന ഒരു നേതാവാണ് വിജയ്. വിജയെ വളരെയധികം ഹാൻഡ് പിക്ഡ് ആണെന്ന് ഞാൻ പറയുള്ളൂ. അത് ഇങ്ങനെ പിക്ക് ചെയ്തെടുത്തതാണ്. എന്തുകൊണ്ട് വിജയ് എന്നുള്ളതൊക്കെ ഇനി കാലം വിശദീകരിക്കേണ്ടിയിരിക്കുന്നു, ഇല്ലേ? തീർച്ചയായും. വിജയ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജോസഫ് വിജയ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ വിജയ് ഒരു ഘട്ടത്തിൽ അദ്ദേഹം NDAക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിലെ പ്രമേയങ്ങൾ പോലും NDA സർക്കാരിനെ കളിയാക്കിക്കൊണ്ട് NDA സർക്കാരിനെ വിമർശിച്ചുകൊണ്ടൊക്കെ വന്നു. അന്നൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തെ ഉയർന്നിരുന്നു. ചില ചിത്രങ്ങളുടെ റിലീസ് പോലും പല ഘട്ടങ്ങളിലായി മാറ്റിവെച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ TVK എന്നൊരു പാർട്ടിയുമായി അദ്ദേഹം വരുമ്പോൾ എല്ലാവരും വളരെ ഉദ്യോഗത്തോടെയാണ് നോക്കിയത്. ഏറ്റവും ഒടുവിൽ ഈ കരൂർ അദ്ദേഹത്തിൻ്റെ റാലിക്കിടയിൽ നടന്ന സംഭവം വന്നപ്പോൾ എല്ലാവരും കൂടി അദ്ദേഹത്തെ തേജോവധം ചെയ്യാൻ ശ്രമിച്ചു, അല്ലേ? വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ അന്നുണ്ടായി. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് പതിയെ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം വേറൊരു രീതിയിൽ ഒരു ചെറിയ ചേഞ്ച് വരുന്നതാണ്. ഒരുപക്ഷെ സ്റ്റാലിൻ പോലും വിചാരിച്ച് കാണില്ല ഇത്തരത്തിലൊരു രാഷ്ട്രീയ മാറ്റം തമിഴ്നാട്ടിൽ വളരെ വേഗം സാധ്യമാകുമെന്ന്. കാര്യം അവർക്കറിയാം തമിഴ്നാട്ടിലെ ഒരു ജനതയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കാര്യം അവർ സ്നേഹിച്ചാൽ അവരെന്തും ചെയ്യും, ഇല്ലേ? ഇപ്പോൾ ജയലളിതയുടെ കാലത്ത് നമുക്കറിയാം, ജയലളിത വലിയ രീതിയിലുള്ള അഴിമതി നടത്തിയിട്ടുള്ള ഒരു സ്ത്രീയാണ് ജയലളിത, അവിടുത്തെ തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രി. പക്ഷേ ജനങ്ങൾക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്താണെന്നറിയാമോ? അവർ എത്രയൊക്കെ കട്ടുമുടിച്ചാലും ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് അവർ കൊടുക്കുമായിരുന്നു. അവർക്ക് 1 രൂപയ്ക്ക് അരി, അല്ലെങ്കിൽ എല്ലാ വീട്ടിലും ലാപ്ടോപ്പ്, വാഷിംഗ് മെഷീൻ. ഈ സാധാരണ ജനങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അല്ലേ? ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ നേതാക്കൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവർ കട്ടുമുടിക്കും, അവർ കോടികളുടെ അഴിമതി നടത്തുമായിരിക്കും. പക്ഷേ അവരുടെ ജനങ്ങൾക്ക് വേണ്ടത് കൊടുത്തിട്ടാണ് അവർ കോടികളുടെ അഴിമതി കാണിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്കും അതിൽ വലിയ പരാതിയില്ല. ജനങ്ങളും മറ്റൊരു ഘട്ടത്തിൽ വരുമ്പോൾ വീണ്ടും അവരെ ഇലക്ഷന് ജയിപ്പിക്കാൻ സന്നദ്ധരാകും. ജനങ്ങൾക്ക് ഒരു കാര്യം, ജനങ്ങൾക്ക് കിട്ടേണ്ടത് ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ. കാരണം US-ലെ ലോബിയിങ്, ബെറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങൾ ലീഗലൈസ്ഡ് ആണ്. അതായത് സത്യത്തിൽ അത് അഴിമതിയാണ്. അതെ, പക്ഷേ ലീഗലൈസ്ഡ് പ്ലണ്ടർ ആണ് എന്ന് പറഞ്ഞ പോലെ ജനത്തിന് വലിയ പ്രശ്നം. ജനമനസ്സ് തിരിച്ചറിഞ്ഞ ജനനേതാക്കളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ സ്റ്റാലിൻ വന്നപ്പോൾ സ്റ്റാലിൻ ജനങ്ങളെ വെറും അടിമകളാക്കി, അല്ലെങ്കിൽ ലേമാൻ എന്നുള്ള ഒരു രീതിയിൽ ആ ഒരു കണ്ണോടുകൂടി കാണാൻ. കാര്യം എന്ത് ചെയ്താലും എൻ്റെയൊക്കെ തിണ്ണനനങ്ങാൻ വരുന്ന എംബോക്കികളാണ് ഇവിടുത്തെ ജനങ്ങളെന്നുള്ള ഒരു എന്താ പറയുക, അങ്ങനെ ഒരു സ്ഥായി ഭാവം, അങ്ങനെ ഒരു മനോഭാവം അദ്ദേഹം ഉള്ളിൽ വെച്ചു. കൂടെ കൂട്ടിയത് SDP ആണ്. SDP-യിലുള്ള ഒരു ഭീകരവാദ കക്ഷിയാണ് ഒപ്പം കൂട്ടിയത്. അവർ തിരുപ്പറംകുன்றത്തിൽ വലിയ കൃത്രിമം
കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഹിന്ദുക്കളെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് ആരാധന വിശ്വാസ സംവിധാനങ്ങളെ അട്ടിമറിക്കുവാൻ. അല്ല, ഈ ഘട്ടത്തിൽ ഹരി ഒരാളുടെ പേര് നമുക്കൊന്ന് പരാമർശിക്കേണ്ടി വരും. അണ്ണാമലൈ എന്നുള്ള ജനകീയനായ ഒരു നേതാവ്. കാര്യം തമിഴ്നാട്ടിൽ ഇപ്പോൾ കാണുന്ന ഈ ഒരു മാറ്റത്തിൻ്റെ മണ്ണ് ഉഴുതുമറിച്ചിട്ട് കൊടുത്ത ഒരു ജനനേതാവ് അണ്ണാമലൈ തന്നെയാണ്. അണ്ണാമലൈ തുടങ്ങി വെച്ച പല കാര്യങ്ങളുമാണ് അവിടെ നിന്ന് മുന്നോട്ട് പോയത്. പിന്നെ അണ്ണാമലയെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മാറ്റി അവിടെ ചെറിയ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് വർക്കുകൾ വേറെ നടന്നിട്ടുണ്ട്. അവിടെയാണ് എൻ്റെ സംശയം ഞാൻ ഹരിയോട് പങ്കുവച്ചത്. കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളകളിലൊക്കെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളകളിലൊക്കെ നമ്മൾ കണ്ടതാണ്, നരേന്ദ്രമോദി ഒന്നിൽ കൂടുതൽ പ്രാവശ്യമാണ് ഡൽഹിയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പറന്നിറങ്ങിയത്. രാമേശ്വരം ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്രകൾ ഇല്ലേ, അദ്ദേഹം അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകുന്നത് രാമേശ്വരത്ത് വന്ന് മുങ്ങിക്കുളിച്ച ശേഷമാണ്. തുടങ്ങി ആ സമയത്ത് അണ്ണാമലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കാനായി തമിഴ്നാട്ടിൽ അടിക്കടി വന്നു പോയിക്കൊണ്ടിരുന്നു. അന്ന് അമിത്ഷാ അധികം തമിഴ്നാട് വിസിറ്റ് ചെയ്യാത്ത ഒരാളായിരുന്നു. പക്ഷേ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടം എത്തുമ്പോൾ നമ്മൾ നോക്കൂ, അവിടെ ഏറ്റവും കൂടുതൽ എത്തിയ ഒരു ദേശീയ നേതാവ് എന്ന് പറയുന്നത് അമിത്ഷാ ആയിരുന്നു. അദ്ദേഹം അതിൻ്റെ പല നിർണായകമായ സ്ഥലങ്ങളിലും അദ്ദേഹം യോഗങ്ങളിൽ പങ്കെടുത്തു എന്നു മാത്രമല്ല, തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിലെയും നിർണായകമായ മീറ്റിങ്ങുകളിൽ, പാർട്ടി തലത്തിലുള്ള ചില ഉന്നതതല മീറ്റിങ്ങുകളിൽ വരെ അദ്ദേഹം അതിനെ ലീഡ് ചെയ്യാൻ വേണ്ടി മാത്രം അദ്ദേഹം 1 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ എടുത്ത് തമിഴ്നാട്ടിലേക്ക് പറന്നിറങ്ങുകയുണ്ടായി. അന്നേ ഒരു ചർച്ചയിൽ, ഇതിനു മുമ്പൊരു ചർച്ചയിൽ നമ്മൾ തത്വമയി തന്നെ ചർച്ച ചെയ്തിരുന്നു, തമിഴ്നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് വൻ രാഷ്ട്രീയ ധ്രുവീകരണമാണ്, വൻ രീതിയിലുള്ള രാഷ്ട്രീയം, നമ്മൾക്ക് പ്രവചിക്കാനാകാത്ത രീതിയിലുള്ളൊരു മാറ്റം അവിടെ മണക്കുന്നുണ്ട്. അതെന്താണ് എന്നുള്ളത് ഒരുപക്ഷെ കാത്തിരുന്ന് കാണേണ്ടി വരുമെന്ന കാര്യം എന്ന് നമ്മൾ അന്നേ പറഞ്ഞിരുന്നു. ഇത് അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. ഇപ്പോൾ TVK ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറി ഭരണം പിടിച്ചു. പക്ഷേ ഹരിക്ക് തോന്നുന്നുണ്ടോ TVK എല്ലാ കാലത്തും കാര്യം അതിലുള്ളത് എല്ലാം രാഷ്ട്രീയ പരിചയമില്ലാത്ത പുതുമുഖങ്ങളാണ്. അങ്ങനെ ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്കൊരു ഭരണം കൈയാളാൻ പറ്റുമോ? ഇനി ഒരിക്കലും പറ്റില്ല. ഒരു രാഷ്ട്രീയ സപ്പോർട്ട് വേണം. അങ്ങനെയെങ്കിൽ അവർക്ക് കൂടെ കൂട്ടേണ്ടത് AIDMKയും ഒപ്പം NDA ആണ്. അപ്പോൾ അത് ശരിക്കും അമിത്ഷായുടെ ഒരു ചാണക്യതന്ത്രമല്ലേ എന്നുള്ളതാണ്, അതാണ് എന്നെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. മമത ഇപ്പോൾ ചെയ്ത പ്രവൃത്തികൾ, മമത കഴിഞ്ഞ 10 വർഷം ചെയ്ത പ്രവൃത്തികൾ എക്സ്പോസ്ഡായി, മമതയെ കൊണ്ട് തന്നെ എക്സ്പോസ്ഡ് ആക്കിപ്പിച്ചു. വളരെ കൃത്യമായി മമത ചെയ്ത തെറ്റ് മമതയെ കൊണ്ട് തന്നെ ഏറ്റുപറയിച്ചു. അതാണ് അവസാനത്തെ ഇൻഷാ അള്ളാ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ പ്രതികരണങ്ങളുണ്ടാകും എന്ന് പറയുന്നത്. എത്ര വളരെ കൃത്യമായിട്ട് മമതയെ കൊണ്ട്, അതാണ് അവിടുത്തെ പോളറൈസേഷൻ്റെ മെയിൻ പോയിൻറ്റ്. അവിടുത്തെ ഹിന്ദു പോളറൈസേഷൻ അത്ര ശക്തമായി ഉണ്ടാകുന്നു. വലിയ പോളറൈസേഷനാണ്, വലിയ രീതിയിലുള്ള പോളറൈസേഷനാണ് ബംഗാൾ സംഭവിച്ചത്. അതിനകത്ത് ആർക്കും തർക്കമുണ്ടാവില്ല. കാരണം അങ്ങനെ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കേരളത്തിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അത് മറ്റൊരു തലത്തിലാണെന്നേ ഉള്ളൂ. അത് UDFൻ്റെ ഒരു മിന്നുന്ന വിജയം ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഈ ബാക്കിൽ നടന്നിരിക്കുന്ന ഒരു കെമിസ്ട്രി വർക്ക്, അതിൻ്റെ ഒരു വർക്ക് എന്താണെന്ന്, ഒരു ഫ്രെയിം വർക്ക് എന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. പക്ഷേ ഒരുപക്ഷേ ഇനി രാഷ്ട്രീയ നിരീക്ഷകന്മാർ ഇതിൻ്റെ കീറി പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ വരുന്ന ആളുകളിൽ മാധ്യമപ്രവർത്തകർ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി, ഈ ഒരു കഴിഞ്ഞുപോയ ഇലക്ഷൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തുമ്പോൾ അവർക്ക് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മനസ്സിലായേക്കാം ഇതിന് പിന്നിൽ കൃത്യമായൊരു ഫ്രെയിം വർക്ക് ഉണ്ടായിരുന്നു. ആ വർക്കിൻ്റെ ബുദ്ധിയും ഈ പറഞ്ഞ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഹിന്ദു വിരുദ്ധത മുന്നിൽ സംസ്ഥാനം ഭരിച്ച 3 മുഖ്യമന്ത്രിമാരും അപ്രസക്തമാകുന്ന കാഴ്ചയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കണ്ടെത്തിയത്. ബംഗാളിൽ മമത, തമിഴ്നാട്ടിൽ സ്റ്റാൻലിൻ, കേരളത്തിൽ പിണറായി വിജയൻ. അതെ, ഇത്തരത്തിൽ ഇവരെ പൂർണ്ണമായും ജനങ്ങൾക്ക് മുന്നിൽ തൊലിയുരിഞ്ഞ് നിർത്തിക്കൊടുത്തു. ഇവർ ചെയ്തത് എന്താണ് എന്ന് ജനത്തിൻ്റെ മുന്നിൽ വയ്ക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ BJP. ഇതിനെല്ലാത്തിൻ്റെ പിന്നിലും ഒരു രാഷ്ട്രീയ ചാണക്യൻ്റെ ബുദ്ധി കേന്ദ്രം കൃത്യമായി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുവഴി തന്നെയാണ് ഈ തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ. അതിൻ്റെ ഫലമെന്താ ഹരി? 22 സംസ്ഥാനങ്ങൾ, 18 മുഖ്യമന്ത്രിമാർ ഇന്ന് BJPയുടെ വക. 22 സംസ്ഥാനങ്ങൾ NDA ഭരിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ദേശീയധാരയിൽ ദേശീയതയെ ഊന്നി നിർത്തിക്കൊണ്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യവൃന്ദത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയുന്നു എന്നുള്ളതും വലിയ പ്രാധാന്യത്തോടുകൂടി. അമിത്ഷായും മോദിയും ഒക്കെ തുടച്ചു മാറ്റപ്പെടുമെന്നൊക്കെ പലരും പല കോണിൽ നിന്നും പറയുന്നുണ്ട്. അതിന് സമയമായിട്ടില്ല. കാര്യം അവർക്ക് കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്. പെയിൻറ്റിങ് വർക്ക് അവർ ഏറ്റെടുത്തിട്ടുണ്ട്. കാവി പെയിൻ്റ് അടിച്ച് ഇന്ത്യയുടെ പല ആ മാപ്പിനെ ഒരു മൊത്തത്തിൽ കാവിയാക്കുക എന്നുള്ളത്, അതിൻ്റെ വർക്ക് ഒരു അല്പം കൂടി മിച്ചമുണ്ട്. അതുവരെ അവരിവിടെയൊക്കെ തന്നെ കാണും. ഒരു സംശയത്തിനുമില്ലാത്ത, അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത തന്നെ പറയാൻ പറ്റും, പരം വൈഭവൻ നേതു മേ തത് സ്വരാഷ്ട്രം. ഈ രാഷ്ട്രത്തിൻ്റെ പരമമായ വൈഭവം തന്നെയാണ് ലക്ഷ്യം. ആ വൈഭവത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചില ഇരുളുകളുണ്ടാവും. ആ ഇരുളുകൾ വകഞ്ഞു മാറ്റുക തന്നെ ചെയ്യും. നമസ്തേ.
വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.